ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി കുഴുവേലിപ്പിടി എന്ന ജംഗ്ഷനിൽ നിന്നും അല്പം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 3 ബെഡ്റൂം ബഡ്ജറ്റ് വീടിന്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 1 ഏക്കറോളം വലിപ്പത്തിൽ വരുന്ന വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ വീടുകൾ വരുന്നത്. മനോഹരമായൊരു കണ്ടംപററി സ്റ്റൈൽ എലിവേഷൻ തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്ററും KMA എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 1.5 കിലോമീറ്ററും മെയിൻ റോഡിലേക്ക് വരുന്ന ദൂരം 800 മീറ്ററുമാണ്. ബോക്സി ഡിസൈനും സിമന്റ് ഫിനിഷിൽ വരുന്ന ടെക്സ്ചർ വർക്കൊക്കെ വീടിന് പ്രത്യേക ഭംഗി തന്നെയാണ് നൽകുന്നത്. 8ഓളം വില്ലകളിൽ നിലവിലിവിടെ താമസക്കാരുള്ളതാണ്. 5 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. ടെക്സ്റ്റർ ഡിസൈനും CNC കട്ടിംഗ് കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു ചുറ്റുമതിൽ നമുക്കിവിടെ കാണാം. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഗേറ്റുകൾ നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ വലിയൊരു കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. കവേർഡ് പാർക്കിംഗ് ഏരിയ കൂടാതെ തന്നെ മറ്റൊരു ഓപ്പൺ പാർക്കിംഗ് സ്പേസും കൂടി ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. മുറ്റം മുഴുവനെ തന്നെ കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ചെറിയൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ കാണാം. ഫ്രണ്ട് എലവേഷൻ ഭംഗി കൂട്ടുന്നതിനായി ഈ ടെക്സ്ചർ വർക്കുകൾ ഏറെ സഹായിക്കുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വലിയൊരു വെന്റിലേഷനൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. നീളമേറിയൊരു കോർണർ സെറ്റിയും നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ലൊരു TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. PVC പാനലുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ലിവിംഗ് ഏരിയയിൽ കാണാം. ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗത്തായി നല്ലൊരു പാർട്ടീഷൻ വർക്ക് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഇവിടെ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലും നല്ലൊരു സീലിംഗ് വർക്ക് നമുക്കിവിടെ കാണാം. ഡൈനിങ് ഏരിയയിൽ നിന്നും ഒതുങ്ങി മാറി തന്നെ സ്റ്റെയർവേക്ക് താഴെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ നൽകി വളരെ മനോഹരമാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ കിച്ചണിലേക്കാണ്. നല്ലൊരു കൗണ്ടർ ടോപ്പ് ഒക്കെ കൊടുത്ത് വളരെ സ്റ്റാൻഡേർഡാക്കി തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത്. ആവശ്യത്തിന് സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ കിച്ചൺ നൽകിയിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നതും. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഇവിടെ കിച്ചൺ കബോർഡിനായി നൽകിയിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ള ഒരു പ്രത്യേക സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളത്തിൽ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്ലോസി ടൈലും മാറ്റ് ടൈലും മിക്സ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക ഡിസൈനിൽ തന്നെയാണ് ഇവിടെ ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നമുക്ക് കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സെറ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. GI ട്യൂബിൽ വുഡൻ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വുഡൻ ഫിനിഷിലുള്ള ടൈലുകൾ നൽകിക്കൊണ്ടുള്ള കോൺക്രീറ്റ് സ്റ്റെപ്പുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ്. മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു TV യൂണിറ്റും ഈ ലിവിംഗ് ഏരിയയിൽ നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് നമുക്ക് ഈ റൂമിലും കാണാം. പ്രൊഫൈലേറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 2 പാളികളുള്ള ഒരു വാർഡ്രോബും അതിനോടുകൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ഇവിടെയും നമുക്ക് നല്ലൊരു സീലിംഗ് വർക്ക് കാണാം.
വുഡൻ ഫിനിഷ് വരുന്ന ഫ്ലോറിംഗ് ഒക്കെ നൽകിക്കൊണ്ട് നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. റൂഫിംഗ് ഒക്കെ ഷീറ്റ് ചെയ്ത് കവർ ചെയ്തുള്ള ഒരു ചെറിയ യൂട്ടിലിറ്റി ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടൊരു പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. വീതി കുറച്ച് അല്പം നീളമേറിയൊരു ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. പ്രൊഫൈലിലേക്ക് സീലിംഗ് വർക്ക് കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പും കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിലുകൾ നൽകിയിരിക്കുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 70 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.